വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് ഡീലക്സ് വണ്ടിയുടെ ക്ലച്ച് ഫേസിംഗ് മാറുന്ന വീഡിയോ ആണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ട രീതികൾ: ആദ്യം അതിൻ്റെ ഓയിൽ ഒന്ന് ഡ്രെയിൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ കിക്കർ ഒന്ന് ഇളക്കി മാറ്റണം. എന്നിട്ട് ആ ക്ലച്ച് ലിവർ, ക്ലച്ച് ഷാഫ്റ്റ്, അതിൻ്റെ കേബിൾ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ആ ക്ലച്ച് കവർ ബോൾട്ടുകളെല്ലാം നമുക്കൊന്ന് ഇളക്കി എടുക്കണം. അതിനുശേഷം ആ ക്രാങ്ക് ബാലൻസർ സ്ക്രൂ 4 വരുന്നുണ്ട്. അതിനെ ഒന്ന് 4 സ്ക്രൂ ഇളക്കിയെടുക്കണം. അതിനുശേഷം അതിനകത്ത് വരുന്ന ആ നട്ട്, അത് നമുക്ക് ആ സ്പെഷ്യൽ ടൂള് ഉപയോഗിച്ച് തട്ടി ഇളക്കണം. ഇളക്കിയിട്ട് ക്രാങ്ക് ബാലൻസ് ഊരിയെടുക്കണം. അതിനുശേഷം ഓയിൽ കപ്പ്, ക്ലച്ച് ബെല്ലിൻ്റെ അടിയിൽ വരുന്ന, ക്ലച്ചിൻ്റെ അടിയിൽ വരുന്ന ഓയിൽ കപ്പ് 2 നമുക്ക് 2 ബോൾട്ട് ഇളക്കിയെടുക്കണം. ആ കപ്പ് ഇളക്കിയതിന് ശേഷം ക്ലച്ചിൽ വരുന്ന 4 ബോൾട്ടുണ്ട്, 10ൻ്റെ ബോൾട്ട് 4, അതിനെ ഇളകണം. അതിളക്കിയിട്ട് കപ്പ് ഇളക്കിയിട്ട് 4 ബോൾട്ട് ഇളക്കിയെടുക്കണം. ഇളക്കിയതിന് ശേഷം സ്പെഷ്യൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആ ക്ലച്ച് ഇളക്കി അതിന് ക്ലച്ച് നട്ടൊന്ന് ഇളക്കണം. അതാണ് സ്പെഷ്യൽ ടൂള്. എന്നിട്ട് ആ നട്ട് ഒന്ന് ഇളക്കി ക്ലച്ച് പ്ലേറ്റും ക്ലച്ച് ഫേസിങ്ങും ഒക്കെ വെളിയിലോട്ട് എടുക്കണം. അപ്പോൾ അവിടെ ഒരു പ്ലേറ്റ് വാഷറുണ്ട്, അതിനടിയിലൊരു കപ്പ് വാഷർ, പിന്നെ 2 ഹാഫ് വാഷർ, പിന്നെ ഒരു പ്ലേറ്റ് വാഷർ. ക്ലച്ച് ഫേസിങ് കണ്ടോ, ഇതാണ് ക്ലച്ച് ഫേസിങ്. ഇത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. വരുന്ന കംപ്ലൈൻറ്റുകളെന്ന് പറയുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശബ്ദം കേൾക്കും. അതുപോലെ കിക്കർ നമ്മൾ അടിക്കുന്ന സമയത്ത് സ്ലിപ്പാവുന്ന ഒരു രീതി വരും. പിന്നെ വണ്ടിക്ക് പുള്ളിങ്, വലിവ് കിട്ടത്തില്ല. പിന്നെ ഓയിൽ പെട്ടെന്ന് കറക്കുന്ന ഒരു രീതി. അപ്പോൾ ഇതെല്ലാം ഈ ക്ലച്ച് ഡിസ്ക്, ക്ലച്ച് ഫേസിങ് കംപ്ലൈൻറ്റ് വരുമ്പോഴുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കണ്ടില്ലേ, പുതിയ ഫേസിങ് ഇടുകയാണ്. ആദ്യം ഒരു ഫേസിങ്, പിന്നെ ഒരു പ്ലേറ്റ്, അടുത്ത ഫേസിങ്, പ്ലേറ്റ്, അങ്ങനെ ഇടണം. ഇടയ്ക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. കണ്ടോ, ക്ലച്ച് ഫേസിങ് ആ ക്ലച്ച് ഇന്നറിൽ സെറ്റ് ചെയ്ത് കഴിയും. എന്നിട്ട് ആ ബെല്ല് കണ്ടോ, ചില പുതിയ മോഡൽ വണ്ടിയിലൊക്കെ ഏറ്റവും മേളിലെ ഫേസിങ് ആ സ്ലോട്ടിൽ നോക്കിയിടണം. പഴയ മോഡലിൽ ആ ഒരു സ്ലോട്ടില്ല, 4 ഒരേ ഗ്രൂവിൽ തന്നെ വരും. എന്നിട്ട് ആ വാഷറിലൊരു ഗ്രൂവ് കണ്ടോ, ഒരു റൗണ്ട് ഓ, ആ മാർക്കിങ് വെളിയിലോട്ട് വരുന്ന രീതിയിൽ വാഷർ വെച്ചിട്ട് നട്ട് വെച്ച് ടൈറ്റ് ചെയ്യാം. സ്പെഷ്യൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം. പിന്നെ ആ സ്പെഷ്യൽ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ക്ലച്ച് ടൈറ്റ് ചെയ്യണം. കണ്ടോ, ക്രാങ്ക് ഷാഫ്റ്റിൽ ഒരു ചെറിയ പൈപ്പ് തുണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്പെഷ്യൽ ടൂൾ വെച്ച് ടൈറ്റ് ചെയ്യാം. അതിനുശേഷം 4 സ്പ്രിങ്, ക്ലച്ച് സ്പ്രിങ് നമുക്ക് അതിൻ്റെ അകത്തിട്ടിട്ട് അതിൻ്റെ മേളിൽ ആ ക്ലച്ച് പ്ലഞ്ചർ പ്ലേറ്റ് വച്ച് ടൈറ്റ് ചെയ്യണം. കണ്ട, ഈ പ്ലേ നമ്മൾ ശ്രദ്ധിക്കണം. ആ പ്ലേ ഇല്ല എങ്കിൽ ക്ലച്ച് ഓഫ് ആവത്തില്ല. വളരെ ശ്രദ്ധിക്കണം. ക്ലച്ചിൻ്റെ ആ പ്ലേ
കണ്ടോ, 4 സ്പ്രിങ് ഇട്ടു, 4 ബോൾട്ട്, 10ൻ്റെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുമ്പോഴും ഒരേ കണക്കിന് 4 ബോൾട്ടും ക്രോസ് രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരത്തെ ഇളക്കിയ ആ ഓയിൽ കപ്പ്, ക്ലച്ചിൻ്റെ അടിയിൽ വരുന്ന ആ കപ്പ്, ഓയിൽ കപ്പ് നമുക്ക് ടൈറ്റ് ചെയ്യണം. 2 ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യണം. കണ്ടോ, ക്രോസ് ആയിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ടോ? ഇതുപോലെ തന്നെ ടൈറ്റ് ചെയ്യണം. എന്നിട്ട് നടുക്കുള്ള ആ ക്ലച്ചിൻ്റെ ബെയറിങ് നമ്മൾ വയ്ക്കണം. അത് കണ്ടോ, ക്ലച്ചിൻ്റെ ബെയറിങ് അത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ മാറ്റണം. സൈഡ് പ്ലേ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ കൊള്ളാം, നല്ല ബെയറിംഗ് ആണ്, അത് തന്നെ വയ്ക്കുകയാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഓയിൽ കപ്പ് നമ്മളിടുകയാണ്. അതിന് 2 ബോൾട്ടിലാണ്. പുതിയ മോഡലിൽ 8 വരും, ഇത് 10 വരും. ഓക്കെ. അപ്പോൾ അത് 2 നമ്മൾ സെറ്റ് ചെയ്തു, തീരാറായി. അടുത്ത് ക്രാങ്ക് ബാലൻസർ. അകത്തുള്ള പാർട്ടുകളെല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. പൊടിയോ പേസ്റ്റിൻ്റെ പൊടിയോ മണ്ണിൻ്റെ ഈ മണ്ണൊന്നും വരാൻ പാടില്ല. വളരെ കണ്ടില്ലേ, ഇത് ഓയിൽ ഫിൽറ്ററാണ്. ഓയിൽ ഫിൽറ്റർ നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബ്ലോക്കായി കഴിഞ്ഞാൽ എൻജിൻ ഹീറ്റാവും. പിന്നെ ഹെഡിൽ ഇപ്പം കാണിച്ച ഭാഗം കണ്ടോ, അവിടെ ഡസ്റ്റൊക്കെ ഇഷ്ടംപോലെ ഇരിക്കും, അഴുക്കൊക്കെ. അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടതാണ്. നേരത്തെ പറഞ്ഞ വാഷറിൻ്റെ ആ ഒരു മാർക്കിങ് പുറത്തോട്ടാക്കി ആ നട്ട് ഇട്ട് ഫുൾ ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഫിൽറ്റർ ബ്ലോക്കാണെങ്കിൽ ഹെഡിലൊന്നും ഓയിൽ കയറത്തില്ല. അപ്പോൾ എൻജിൻ ഓവർ ഹീറ്റ്, എൻജിൻ ഒരുമാതിരി കിലുക്കം അതൊക്കെ വരും. അപ്പോൾ കൂളിംഗ് കുറയും. അപ്പോൾ ഇത്യാദി പ്രശ്നങ്ങൾ വരാതിരിക്കണമെങ്കിൽ ഓയിൽ ഫിൽറ്റർ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഈ ഓയിൽ സീൽ കറക്റ്റാണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിനകത്തേക്ക് ഓയിൽ കയറത്തില്ല. പിന്നെ 4 സ്റ്റാർ ഫുൾ ടൈറ്റ് ചെയ്യണം. ആ പാക്കിങ്, എവിടെ വയ്ക്കുന്ന പാക്കിങ് കറക്റ്റാണോ എന്ന് നോക്കിക്കോണം. പാക്കിങ് കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് മാറ്റിക്കോണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലച്ച് പാക്കിങ്, അതിൽ കുറച്ച് ഗ്രീസ് പുരട്ടി നമുക്ക് ഇപ്പോൾ ചെയ്യുന്നത് ക്ലച്ച് ഷാഫ്റ്റിൽ ഓറിങ് ഇടുകയാണ്. ഈ ഓറിങ് എപ്പോഴും ക്ലച്ചിൻ്റെ പണി ചെയ്യുന്ന സമയത്ത് ഓറിങ് ഇടുന്നത് ഏറ്റവും നല്ലതാണ്. ആ ഓറിങ് സ്പ്രിങ് മാറ്റുന്നത് കിക്കറിൻ്റെ ഓയിൽ സീൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ സൈഡ് നമുക്ക് നോക്കണ്ട. കണ്ടില്ലേ, ഓറിങ് ശ്രദ്ധിച്ച് കട്ടാവാത്ത രീതിയിൽ ഇട്ടിട്ട് ആ പുതിയ സ്പ്രിങ് ഇട്ടിട്ട് അതിൽ കുറച്ച് ഓയിലൊന്ന് ആ ഓറിങ്ങിൻ്റെ ഭാഗത്ത് അല്പം നല്ല ഓയിലൊന്ന് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് ഓയിൽ ടൈറ്റ് ഇല്ലാത്ത രീതിയിൽ ക്ലച്ച് കവറിൻ്റെ അകത്തേക്ക് കയറും. ഓക്കെ. അപ്പോൾ അതിൽ ഓയിലൊക്കെ പുരട്ടി ഇനി ക്ലച്ച് കവറിൽ അത് ശ്രദ്ധിച്ച് ഓറിങ് കട്ടാവാത്ത രീതിയിൽ കയറ്റണം. അത് കഴിഞ്ഞിട്ട് ആ പ്ലഞ്ചർ, അതിന് നടുക്ക് വരുന്ന ഒരു പ്ലഞ്ചറുണ്ട്, അത് നമുക്ക് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വയ്ക്കണം. ഈ പ്ലഞ്ചർ നമ്മൾ വയ്ക്കുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അടുത്ത് പാക്കിങ്, നമുക്ക് ഗ്രീസ് പുരട്ടി പിന്നെ അതിൻ്റെ സർഫേസിങ്, അതായത് ക്ലച്ച് എൻജിൻ കവറിൽ, എൻജിൻ ചേസിൽ എന്തെങ്കിലും ഗ്രൂവോ എന്തെങ്കിലും സ്ക്രാച്ചസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഗ്രീസ് വെച്ചാൽ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഗ്ലൂ വയ്ക്കണം. ഗ്ലൂ വയ്ക്കുമ്പോൾ ആ ഓയിൽ വരുന്ന ഭാഗത്ത്, അതായത് ഓയിൽ പമ്പിങ് ഹോള്, അത് ബ്ലോക്കാവാത്ത രീതിയിൽ തന്നെ വയ്ക്കണം. വളരെ ശ്രദ്ധിക്കണം. ഗ്രീസും വയ്ക്കുന്നെങ്കിൽ കൂടുതൽ വയ്ക്കാൻ പാടില്ല. അതായത് ഫ്രണ്ടിലായിട്ട് ഇപ്പം കൈ വന്ന ആ ഭാഗത്ത്, പാക്കിങ്ങിൻ്റെ ആ ഒരു ഗ്രൂ വരുന്ന ഫ്രണ്ടിൽ ആ ഭാഗത്ത് ഒരിക്കലും ഗ്രീസും കൂടുതൽ കട്ടിക്കിരിക്കാൻ പാടില്ല, പശയും വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ ഓയിൽ ഫ്ലോ വരത്തില്ല. അതുവഴിക്കാണ് സംഗതി ക്ലച്ച് കവറിൽ കൂടി കയറി ക്രാങ്കിലേക്ക് പോകുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിൽ പാക്കിങ് വെച്ചിട്ട് സ്റ്റഡി ബുഷെല്ലാം കറക്റ്റാണോ എന്ന് നോക്കി നമ്മൾ ക്ലച്ച് കവറ് സെറ്റ് ചെയ്യുകയാണ്. ഇനി ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യുകയാണ്. 8ൻ്റെ ബോൾട്ടുകൾ ഇട്ട് ടൈറ്റ് ചെയ്ത് ഓയിൽ സ്റ്റിക്ക് ഇട്ട് ടൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ക്ലച്ച് കേബിളൊന്ന് ക്ലച്ച് ഷാഫ്റ്റിൽ കണക്ട് ചെയ്യണം. എന്നിട്ട് കിക്കർ സെറ്റ് ചെയ്യണം.
അതിനുശേഷം ഓയിൽ ഒഴിക്കുക. ക്ലച്ച് കേബിൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ക്ലച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത് നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.